നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഞാൻ ജോത്സ്ന ഗിരീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ഉണ്ണിയപ്പം എന്ന് പറയുമ്പം നമുക്കറിയാം, മലയാളീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലോ. പൊതുവെ എല്ലാവരും ഉണ്ണിയപ്പം ചെറുപഴം ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മറ്റൊരു രീതിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. ഞങ്ങൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്താലോ? ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? ഈ അപ്പം ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് പച്ചരി സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ 2.5 കപ്പ് അല്ലെങ്കിൽ 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പച്ചരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോന മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. പച്ചരി അല്ലെങ്കിൽ സോന മസൂരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി 2-3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. അരി ഇപ്പം നന്നായി സോക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോവാൻ ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ്. ഇത് കുറച്ച് ഡ്രൈ ആയതിനു ശേഷമാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരി ഒരു തുണിയിലോ പേപ്പറിലോ ഇട്ട് വെക്കാം കേട്ടോ. 10-15 മിനിറ്റ് ഡ്രൈ ആയാൽ മതി. കുറച്ച് നനവുണ്ടെങ്കിലാണ് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റുക. ഈ അരി ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്ക് നമുക്ക് ഈ അപ്പത്തിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്ക് ഈ അപ്പത്തിന് വേണ്ട നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായി പഴുത്ത പഴമായിരിക്കണം കേട്ടോ. ഇത് 3/4 കിലോ ഉണ്ട്. നിങ്ങൾക്ക് 1/2 കിലോ മുതൽ 3/4 കിലോ വരെ എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 പഴം മതിയാവും. അങ്ങനെ 1 കപ്പിന് 1 പഴം എന്നുള്ള കണക്കിൽ എടുത്താലും മതി. ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റീമറിലേക്ക് ഇട്ടിട്ടുണ്ട്. പഴം ഞാൻ ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അടുത്തത് അപ്പത്തിന് വേണ്ട ശർക്കര അല്ലെങ്കിൽ വെല്ലം ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 10 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ആണ് ഉള്ളത്. ശരിക്കുള്ള കണക്ക് എന്താ വെച്ചാൽ 1 കിലോ അരിക്ക് 1 കിലോ വെല്ലം അല്ലെങ്കിൽ ശർക്കര, പിന്നെ 1.5 കിലോ നേന്ത്രപ്പഴം. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര അലിയിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി പൊടിച്ചെടുക്കാം. ഇത് നേരത്തെ ഞാൻ പ്ലേറ്റിലിട്ടിരുന്ന അരി ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. അല്പമൊക്കെ നനവുണ്ട് കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴേ മിക്സിയിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇതിനി നമുക്ക് മിക്സി ഉപയോഗിച്ചിട്ട് ഒരു 4-5 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. ഈ അരി ഇതാ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇത് പൊടിക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇനി നമ്മളിത് അരിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇത് എത്ര നൈസായി പൊടിഞ്ഞാലും അല്പമൊക്കെ തരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു തരി മതിയാവും നമുക്ക് അപ്പത്തിന്. അതുകൊണ്ടാണ് ഇനി അരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ പൊടിച്ചെടുക്കാൻ നല്ല ഈസിയാണ്. അപ്പം നന്നായിട്ട് കിട്ടാറുമുണ്ട്. അരി മുഴുവൻ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി ഞാൻ അളന്നപ്പോൾ 5.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളുടെ ശർക്കരപ്പാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പഴവും വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം ഇത് വെന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ചൊക്കെ ചൂട് ആറിയിട്ടുണ്ട്. അല്പം ഒരു വാമാണിത്, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് അരച്ചെടുക്കാം. പഴം വേണമെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അരി പൊടിച്ച അതേ ജാറിലേക്ക് തന്നെ ശർക്കരപ്പാവ് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് പകുതി ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ അതാ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പഴവും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ എളുപ്പത്തിൽ മിക്സ് ആവാൻ വേണ്ടി ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതാ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ ലംസ് ഒന്നും പാടില്ല കേട്ടോ. ഇതിൽ അല്പം കൂടെ വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാവ് ചേർത്തത് കൂടാണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, പിന്നെ 1/3 കപ്പ് കൊപ്ര അഥവാ കൊട്ടത്തേങ്ങ അഥവാ ഉണങ്ങിയ തേങ്ങാക്കൊത്ത് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിനി വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചത്തേങ്ങയും ചേർക്കാം കേട്ടോ. പച്ചത്തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ അല്പം നെയ്യിൽ വറുത്തെടുത്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം, കാരണം വെള്ളം അധികം ആവാൻ പാടില്ല. ഇതിപ്പം മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയും വെക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ഈ അപ്പം നന്നായി വരും. നമ്മളുടെ മാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഞാൻ വെച്ചിട്ട്. ഇതിപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പാവിന് പുറമെ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അമ്മ ഈ മാവുണ്ടാക്കി വെച്ചാൽ ഞങ്ങൾ അമ്മ കാണാതെ പോയിട്ട് ഇത് എടുത്ത് കഴിക്കുമായിരുന്നു. അന്നൊക്കെ ഈ മാവ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മളുടെ മാവൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിത് ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് അപ്പത്തിൻ്റെ കാര എന്നാണ് പറയുക. അപ്പോൾ ഓരോ കുഴിയിലും ഞാൻ ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുഴി നിറയുന്നത് വരെ ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം അപ്പം ഒഴിക്കുമ്പോൾ എണ്ണ അല്ലെങ്കിൽ പുറത്തേക്ക് സ്പില്ലാവാൻ ചാൻസ് ഉണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഈ എണ്ണയും നെയ്യൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഈ മാവ് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഇനിയിപ്പോൾ ഞാനത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ അപ്പം വെന്ത് കിട്ടില്ല നമുക്ക്. ഇതിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. വീണ്ടും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത സെറ്റിന് ഞാനിതാ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പം മാവ് വല്ലാതെ സ്പില്ലാവില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി കുറേ അപ്പം ഉണ്ടാക്കാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മറ്റൊരടുപ്പിൽ ഒരു ചീനച്ചട്ടി കൂടെ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ഈ അപ്പം ഒന്ന് ഷേപ്പായി വന്നാൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അതാവുമ്പോൾ ഒറ്റയടിക്ക് കുറേ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന ട്രിക്സാണ് കേട്ടോ. ഈ ഗ്ലാസ് ഉപയോഗിക്കൽ, പിന്നെ എക്സ്ട്രാ ഒരു ചീനച്ചട്ടി വെച്ച് ഉണ്ടാക്കൽ. ഇപ്പോൾ കുറേ അപ്പമൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അമ്മ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇതാ നമ്മളുടെ അപ്പമൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ടേസ്റ്റുമാണ്. ഒരപ്പം ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നോക്കൂ നന്നായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.